Hello my dear students, good morning and welcome to Sausage Shack. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSLC ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ലാസ്റ്റ് പാർട്ട്, അതായത് അഞ്ചാമത്തെ പാർട്ട് റെവല്യൂഷനാണ്. ദാറ്റ് ഈസ് ചൈനീസ് റെവല്യൂഷൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 4 റെവല്യൂഷൻസ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഡിസ്കസ് ചെയ്തു, ഫ്രഞ്ച് റെവല്യൂഷൻ, ദ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, ഫൈനലി റഷ്യൻ റെവല്യൂഷൻ. ഈ 4 റെവല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? ചൈനീസ് റെവല്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ എളുപ്പമുള്ള റെവല്യൂഷൻ ആണ്. പക്ഷേ എസ്സേ ആയിട്ട് മാത്രമല്ലാതെ നമുക്ക് ഈ ഒരു റെവല്യൂഷന്റെ പാർട്ടിൽ നിന്ന് നമുക്ക് അല്ലാതെ ഒരു 4 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിനൊക്കെ സാധ്യതയുള്ള ഒരു റെവല്യൂഷൻ കൂടിയാണ്. അപ്പോൾ എല്ലാ ഏരിയാസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചൈനീസ് റെവല്യൂഷനിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഓൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കിട്ടും. അപ്പം മറക്കാതെ ടെലിഗ്രാം ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണേ. ഫ്രീ ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ അതിനകത്ത് ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കല്ലേ? നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ചൈനീസ് റെവല്യൂഷന്റെ ആദ്യ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആർ ദി ടാക്ടിക്സ് ഓർ ദി സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ഫോറിനേഴ്സ് ടു ഡോമിനേറ്റ് ചൈന. ചൈനയിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സ് അഡോപ്റ്റ് ചെയ്ത ടാക്ടിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്തൊക്കെ തന്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്? ഒന്നാമത്തേത് ഒപ്പിയം ട്രേഡ് ആണ്. ഓക്കെ, എന്താണ് ഈ ഒപ്പിയം ട്രേഡ്? ഇത് മാത്രമായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഒപ്പിയം ട്രേഡ് എന്നുള്ളത്. ചൈനീസുകാരുടെ സിൽക്ക്, ടീ, എർത്തേൺ വെയർ, ഓക്കെ, ഇതിനൊക്കെ ഗ്രേറ്റ് ഡിമാൻഡ് ആയിരുന്നു ഓൾ ഓവർ യൂറോപ്പ്. ഓക്കെ, ചൈനക്കാരുടെ സിൽക്കും ടീക്കും എർത്തേൺ വെയറിനും ഒക്കെ യൂറോപ്പിൽ നല്ല രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തായി? ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദി എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റംസ്. അപ്പൊ ഈ പറയുന്ന ഐറ്റംസ് എല്ലാം യൂറോപ്പിലോട്ട് എക്സ്പോർട്ട് ചെയ്ത് ചൈനയ്ക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, ആൻഡ് there was nothing to import to China from Europe. പക്ഷെ യൂറോപ്പിൽ നിന്ന് തിരിച്ച് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായി? ആസ് എ റിസൾട്ട് the European traders suffered a great loss. അപ്പൊ യൂറോപ്പിലെ വെൽത്ത് മുഴുവൻ എവിടേക്ക് എത്താൻ തുടങ്ങി? ചൈനയിലോട്ട് എത്താൻ തുടങ്ങി. അപ്പൊ യൂറോപ്യൻ ട്രേഡേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഫേസ് ചെയ്യേണ്ടി വന്നു. ആസ് എ റെമഡി ഫോർ ദിസ് ലോസ്, the British traders imported opium, an intoxicant, to China. എന്തായി? ഇതിനുള്ളൊരു റെമഡി എന്നോണം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ട് ചെയ്തു ഒപ്പിയം എന്ന് പറയുന്ന ഒരു ഇൻടോക്സിക്കന്റ് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ this affected the Chinese trade and its consumption made the Chinese people mentally imbalanced. ഓക്കെ, ഇത് ചൈനീസുകാരുടെ ട്രേഡിനെ എഫക്ട് ചെയ്തു എന്ന് മാത്രമല്ല, അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താക്കി? ചൈനീസിലെ ജനങ്ങളെ മെന്റലി ഇംബാലൻസ്ഡ്. കാരണം എന്താണ്? ഇതൊരു ലഹരി പദാർത്ഥമാണ് ഈ പറയുന്ന ഒപ്പിയം എന്ന് പറയുന്നത്. അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായി? മെന്റലി ഇംബാലൻസ്ഡ് ആക്കി മാറ്റി ചൈനീസ് പീപ്പിളിനെ. സോ ഇറ്റ് റിസൾട്ടഡ് ഇൻ എക്കണോമിക് ആൻഡ് മെന്റൽ സബ്ജുഗേഷൻ ഓഫ് ദ ചൈനീസ്. അപ്പൊ ഇത് മൊത്തത്തിൽ എക്കണോമിക്കലി മെന്റലി എല്ലാം ചൈനീസുകാരെ മൊത്തത്തില് അങ്ങട് എന്താ പറയാ, അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കൊടുത്തു ഈ പറയുന്ന ഒപ്പിയം ട്രേഡ് എന്ന് പറയുന്ന ഒരു പാർട്ടിലൂടെ. ഇനി രണ്ടാമത്തെ ടാക്ടിക്സ് ആണ് ഇത് ഓപ്പൺ ഡോർ പോളിസി. So by the end of the 19th century, several European countries acquired trade privileges in China. അങ്ങനെ 19th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി എന്തുണ്ടായി? ഒരുപാട് യൂറോപ്യൻ കൺട്രീസിന് ഈ പറയുന്ന ചൈനയുമായിട്ട് ട്രേഡ് നടത്താനുള്ള അവകാശം, അല്ലെങ്കിൽ അവരത് നേടിയെടുത്തു, അതിലുള്ള പ്രിവിലേജ്. പക്ഷെ അമേരിക്ക could not acquire the privilege as it was not concerned about China at that time. പക്ഷെ അമേരിക്കയ്ക്ക് മാത്രം ഈ ഒരു ട്രേഡ് പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? ഈ ചൈന വലിയ കാര്യമായിട്ട് അമേരിക്ക എടുത്തിരുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം വരുന്നത്. So to acquire the privilege, John Hay, the then state secretary of the USA, proclaimed the open door policy. അപ്പൊ ഈ ഒരു പ്രിവിലേജ് അക്വയർ ചെയ്തെടുക്കാൻ വേണ്ടി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ പ്രഖ്യാപിച്ചതാണ് എന്ത്? ദ ഓപ്പൺ ഡോർ പോളിസി. അപ്പൊ എന്താ ഈ പോളിസിയിൽ പറയുന്നത്? ആസ് പെർ ദിസ് പോളിസി, അമേരിക്ക ആർഗ്യൂഡ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ദ കൺട്രീസ് ഇൻ ദ ചൈനീസ് മാർക്കറ്റ്. അപ്പൊ അമേരിക്ക അങ്ങോട്ട് ആർഗ്യൂ ചെയ്യാണ് എല്ലാ രാജ്യങ്ങൾക്കും, ഓക്കെ, എല്ലാ കൺട്രീസിനും ചൈനീസ് മാർക്കറ്റിലെ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരാ ഇത് ഡിക്ലെയർ ചെയ്യുന്നത്? നമ്മുടെ ജോൺ ഹേ ആയിരുന്ന ദെൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ദ USA.
അവര് പ്രഖ്യാപിച്ചതാണ് എന്ത് ഓപ്പൺ ഡോർ പോളിസി. അപ്പൊ ഇതനുസരിച്ച് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ദ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ്. സോ ചൈന വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് റീജിയൻസ് ടു ബി കൺട്രോൾഡ് ബൈ വേരിയസ് കൺട്രീസ്. അങ്ങനെ ചൈന ഡിവൈഡ് ചെയ്യപ്പെട്ടു പല പല റീജിയൻസ് ആയിട്ട്. അതും കൺട്രോൾ ചെയ്യുന്നത് വേരിയസ് കൺട്രീസ് ആണ്. പക്ഷെ ഈ പോളിസി അവര് ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഈ പറയുന്ന ചൈനയിൽ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇത് അവസാനം എന്തുണ്ടാക്കി? ചൈന എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ equal rights and opportunities ചൈനയിൽ കിട്ടി. Okay, so the aim of this policy was to create an opportunity for the USA to interfere in China. പക്ഷേ ഫലത്തിൽ എന്തായി? എല്ലാ രാജ്യങ്ങളും ചൈനയെ തുണ്ടുകളായിട്ട് ഭാഗിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവരവരുടെ ട്രേഡ് നടത്താൻ ചെയ്തു. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യുന്നത് പല രാജ്യങ്ങളുമായി മാറി. ഇനി നമുക്ക് നമ്മുടെ ചൈനീസ് റെവല്യൂഷന്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ദ മഞ്ചു ഡൈനാസ്റ്റി വിച്ച് റൂൾഡ് ചൈന. ചൈന ഭരിച്ചിരുന്നത് മഞ്ചു ഡൈനാസ്റ്റി ആയിരുന്നു. സോ വാസ് ഇൻ ഫേവേർഡ് ഫോറിൻ ഇന്റർവെൻഷൻ ആൻഡ് ഡോമിനേഷൻ വിച്ച് ലെഡ് ടു ദി ചൈനീസ് റെവല്യൂഷൻ. അപ്പോൾ അവരെന്ത് ചെയ്തിരുന്നു? ഫോറിൻ ഇന്റർവെൻഷൻ, അതായത് ഫോറിനേഴ്സിന്റെ ഇന്റർവെൻഷൻ, ഇടപെടലുകളും അവർ ഡോമിനേറ്റ് ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന മഞ്ചു ഡൈനാസ്റ്റിക്കാരെ അനുവദിച്ചു കൊടുത്തിരുന്നു. ഇതാണ് ചൈനീസ് റെവല്യൂഷനിലേക്ക് വഴിവെക്കുന്നത്. സോ ദ ഏർലിയസ്റ്റ് റിവോൾട്ട് against the Manchu dynasty were known as the Boxer Rebellion. അപ്പോൾ ഈ പറയുന്ന മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ പണ്ട് നടന്നിരുന്ന റിവോൾട്ടുകളെല്ലാം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ബോക്സർ റിബല്യൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ബോക്സർ റിബല്യൻ എന്ന് പറയുന്നത്? ഇറ്റ് വാസ് കോൾഡ് ബിക്കോസ് the rebels accepted the boxers fist as their emblem. കാരണം എന്താണെന്നറിയോ? കാരണം ബോക്സേഴ്സിന്റെ ഫിസ്റ്റ്, അതായത് ഒരു ബോക്സർമാരുടെ മുഷ്ടിയില്ലേ, അതാണ് ഇതിന്റെ എംബ്ലം അവർ ഉപയോഗിച്ചിരുന്നത്. റിബൽസ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ബോക്സർ റിബല്യൻ എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ചൈനീസ് റെവല്യൂഷൻ ലെഡ് ബൈ ഡോക്ടർ സൺ യാറ്റ് സെൻ ആണ് ആദ്യത്തെ ചൈനീസ് റെവല്യൂഷൻ നടത്തിയത്. അങ്ങനെ 1911 another revolution took place under the leadership of Dr. Sun Yat-sen against the Manchu dynasty. ഇനി ഇത് മാത്രമല്ല, ആദ്യത്തെ ചൈനീസ് റെവല്യൂഷൻ ലീഡ് ചെയ്തത് സൺ യാറ്റ്-സെൻ ആയിരുന്നു. പക്ഷെ 1911 മറ്റൊരു റെവല്യൂഷൻ ഡോക്ടർ സൺ യാറ്റ്-സെന്നിന്റെ നേതൃത്വത്തിൽ നടന്നു മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ. ഇതോടുകൂടി എന്തായി? ചൈനയിലെ മൊണാർക്കി റൂള് അവസാനിച്ചു. ഓക്കെ, ഇനി എന്താ നടക്കുന്നത്? സോ ആഫ്റ്റർ ദ റെവല്യൂഷൻ Kuomintang party established a republican government in southern China under the leadership of Sun Yat-sen. അങ്ങനെ സൺ യാറ്റ്-സെന്നിന്റെ നേതൃത്വത്തിൽ ഒരു കുമിന്താങ് പാർട്ടിക്ക് ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് സദേൺ ചൈനയിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടിക്ക് രൂപം കൊടുത്തു. ആരുടെ നേതൃത്വത്തിൽ? ഡോക്ടർ സൺ യാറ്റ്-സെന്നിന്റെ നേതൃത്വത്തിൽ അതിനൊരു തുടക്കം കുറിച്ചു. ആൻഡ് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ഐഡിയോളജീസ് ലൈക്ക് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഈ പറയുന്ന ഐഡിയോളജീസിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്, അതായത് ഡോക്ടർ സൺ യാറ്റ്-സെൻ. He decided to nullify the unjust treaties signed with the foreign countries. അപ്പൊ മഞ്ചു ഡൈനാസ്റ്റിക്കാര് ഫോറിൻ ഇന്റർഫറൻസും ഡോമിനേഷനും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷെ ആദ്യം ഈ സൺ യാറ്റ്-സെന്നും അദ്ദേഹത്തിന്റെ പാർട്ടി ആയിരുന്ന കുമിന്താങ് പാർട്ടി എന്ത് ചെയ്തു? അതെല്ലാം അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. ഓക്കെ, അങ്ങനെ the Kuomintang Republic adopted measures for the progress of agriculture and industry. എന്നിട്ട് അവർ എന്ത് ചെയ്തു? പുതിയ പുതിയ മെഷേഴ്സ് ഒക്കെ എടുത്തു. അഗ്രികൾച്ചറിനെയും ഇൻഡസ്ട്രിയുടെയും പ്രോഗ്രസിന് വേണ്ടിയുള്ള മെഷേഴ്സ് എടുത്തു. അങ്ങനെ ചൈന received assistance from Russia in various fields and Chinese Communist Party was formed. അങ്ങനെ ചൈനയ്ക്ക് ഒരുപാട് അസിസ്റ്റൻസ് റഷ്യയിൽ നിന്ന് കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുകയും ചെയ്തു. ഇനി എന്താ നടക്കുന്നത്? സോ ഫോളോയിങ് ദ ഡെത്ത് ഓഫ് ഡോക്ടർ സൺ യാറ്റ്-സെൻ, സൺ യാറ്റ്-സെന്നിന്റെ മരണശേഷം കുമിന്താങ് പാർട്ടി ഈസ് ഹെഡഡ് ബൈ ചിയാങ് കൈഷക്. ഓക്കെ, അപ്പൊ ഡോക്ടർ സൺ യാറ്റ്-സെൻ മരിച്ചപ്പോ ആ ഒരു കുമിന്താങ് പാർട്ടിയുടെ ലീഡറായിട്ട് ആര് വരണം? മറ്റൊരാൾ വരണ്ടേ? അപ്പൊ ഇവിടെ വരുന്ന ആളാണ് ആര്? നമ്മുടെ ചിയാങ് കൈഷക് ആണ് ഇവിടെ ലീഡറായിട്ട് വരുന്നത്. സോ എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ മൗ സേതുങ് ടു മേക്ക് ചൈന ആസ് പീപ്പിൾ റിപ്പബ്ലിക്. അപ്പൊ ഇവിടെ ഇനിയുള്ള പാർട്ടിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ മൗ സേതുങ്. മൗ സേതുങ് എന്ത് റോളാണ് പ്ലേ ചെയ്തത് ചൈനയെ ഒരു പീപ്പിൾസ് റിപ്പബ്ലിക് ആക്കുന്നതിൽ? അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ അടുത്തൊരു പാർട്ട് തുടങ്ങുന്നത്. ഈ ചിയാങ് കൈഷക് ascertained military autocracy in China. അദ്ദേഹം ഈ ചൈനയിൽ ഫോളോ ചെയ്തിരുന്നത് ഒരു സൈനിക ഭരണം അല്ലെങ്കിൽ സൈനിക ഏകാധിപത്യ ഭരണമാണ് അദ്ദേഹം ചൈനയിൽ കാഴ്ചവെച്ചത്. സോ ഹി ഗേവ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫോറിൻ പവേഴ്സ് ഇൻക്ലൂഡിംഗ് അമേരിക്ക ടു ഫ്രീലി ഇന്റർഫിയർ ഇൻ ചൈന. അത് എന്തൊക്കെ നമ്മുടെ സൺ യാറ്റ്-സെൻ അവസാനിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ വീണ്ടും ആര് കൊണ്ടുവന്നു? നമ്മുടെ ചിയാങ് കൈഷക് കൊണ്ടുവന്നു. ഹി ഗേവ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫോറിൻ പവേഴ്സ് ഇൻക്ലൂഡിംഗ് അമേരിക്ക പോലെയുള്ള ഫോറിൻ പവേഴ്സിനടക്കം എന്ത് ചെയ്തു?
ചൈനയിൽ ഫ്രീ ആയിട്ട് ഇന്റർഫിയർ ചെയ്യാനുള്ള അവസരം കൊടുത്തു. സോ കോപ്പറേഷൻ വിത്ത് കമ്മ്യൂണിസ്റ്റ് വാസ് ടെർമിനേറ്റഡ്. കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഒരു തരത്തിലുള്ള കോപ്പറേഷനും വേണ്ട എന്നുള്ളതും തീരുമാനിച്ചു. Coal and iron industries, banking, foreign trade were all controlled by foreign countries. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് കാണിക്കുന്നതാണ് കോൾ, അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ്, ഫോറിൻ ട്രേഡ്, ഇതൊക്കെ. പക്ഷെ ഇതെല്ലാം കൺട്രോൾ ചെയ്തത് ആരാണ്? ഫോറിൻ കൺട്രീസ് ആണ് കൺട്രോൾ ചെയ്തിരുന്നത്. സോ ദ കമ്മ്യൂണിസ്റ്റ് ഹു ഒപ്പോസ്ഡ് ചിയോങ് കൈഷക്സ് പോളിസീസ് were brutally suppressed. ഏതൊക്കെ കമ്മ്യൂണിസ്റ്റുകള് ഈ ചിയാങ് കൈഷക്കിന്റെ പോളിസീസിനെ എതിർത്തിരുന്നു അതിനെയൊക്കെ ബ്രൂട്ടലി സപ്രസ് ചെയ്തു. കാരണം ഓൾറെഡി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള കോപ്പറേഷൻ വേണ്ടെന്ന് അദ്ദേഹം വെച്ചതായിരുന്നു. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ ആരൊക്കെ ചിയാങ് കൈഷക്കിന്റെ പോളിസീസിനെ ഒപ്പോസ് ചെയ്തോ അവരൊക്കെ ബ്രൂട്ടലി സപ്രസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി എന്താ നടക്കുന്നത് അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. സോ അറ്റ് ദിസ് ടൈം മാവോ സേതുങ് ഹാഡ് എമർജ്ഡ് ആസ് ദ ലീഡർ ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ആയിട്ട് ആര് വന്നു? മാവോ സേതുങ് വന്നു. ബിഗാൻ എ ജേർണി ഫ്രം കിയാങ്സി ഇൻ സൗത്ത് ചൈന ഇൻ 1934. 1934 കിയാങ്സി ഇൻ സൗത്ത് ചൈനയിൽ നിന്ന് അദ്ദേഹം ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു. ദിസ് ജേർണി വിച്ച് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 12,000 കിലോമീറ്റർ, ഏകദേശം 12,000 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ജേർണിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. സോ ദ അഡ്വെഞ്ചറസ് ട്രിപ്പ് എൻഡഡ് അറ്റ് യനാൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. അപ്പൊ ഈ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പ് അവസാനിച്ചത്, തുടങ്ങിയത് കിയാങ്സി ഇൻ സൗത്ത് ചൈനയിൽ നിന്നാണെങ്കിലും അവസാനിച്ചത് യനാൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈനയിലാണ് അവസാനിച്ചത്. സോ ത്രൂ ഔട്ട് ദി ജേർണി they seized out agricultural land and villages from lords and distributed them among the farmers. അപ്പൊ അവരുടെ ജേർണിയിലുടനീളം അവർ എന്ത് ചെയ്തു? അഗ്രികൾച്ചറൽ ലാൻഡുകളും വില്ലേജുകളും ഒക്കെ പിടിച്ചെടുത്തു. അത് ആരിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത്? ലോർഡ്സിൽ നിന്ന്, പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്തു. എന്നിട്ട് അതൊക്കെ ഫാർമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദ റെഡ് ആർമി ലെഡ് ബൈ മാവോ സേതുങ് captured the center of Kuomintang rule. അത് മാത്രമല്ല, മാവോ സേതുങ്ങിന്റെ ആർമിയാണ് ഏതെന്നറിയപ്പെടുന്നത്? റെഡ് ആർമി എന്നറിയപ്പെടുന്നത്. അവരെന്ത് ചെയ്തു? ഈ പറയുന്ന കുമിന്താങ് റൂളിന്റെ സെന്റർ അങ്ങോട്ട് ക്യാപ്ചർ ചെയ്തെടുത്തു. ഇനി Mao Zedong and the Communist Party became the symbol of struggle of the Chinese against the foreign power. Foreign power നെതിരെയുള്ള ചൈനീസുകാരുടെ സ്ട്രഗിളുടെ സിമ്പിൾ ആയിട്ട് മാവോ സേതുങ്ങും അദ്ദേഹത്തിന്റെ പാർട്ടി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. ചിയാങ് കൈഷക് had to seek political asylum in Taiwan. അപ്പൊ അതോടുകൂടി എന്തായി? ചിയാങ് കൈഷക്ക് നാട് വിടേണ്ടി വന്നു. എവിടെ അഭയം തേടി? ഈ പറയുന്ന തായ്വാനില് അദ്ദേഹം രാഷ്ട്രീയ അഭയം തേടി. ഇനി ചൈന became the People's Republic of China on 1st October 1949. അങ്ങനെ 1st October 1949 എന്തുണ്ടായി? ചൈന became People's Republic of China. ഓക്കെ, അതാരുടെ നേതൃത്വത്തിലാണ്? മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ. ഇതാണ് നമ്മുടെ ചൈനീസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായി? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള 5 റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ദി ഫ്രഞ്ച് റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ ആൻഡ് ഫൈനലി ദ ചൈനീസ് റെവല്യൂഷൻ. ഓക്കെ, അപ്പൊ 5 റെവല്യൂഷൻ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 5 റെവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോക്കിക്കോളാം. അപ്പൊ പഠിച്ചോളാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ചാപ്റ്ററുമായിട്ടായിരിക്കും വരിക. അപ്പൊ ഹിസ്റ്ററിയിൽ ഒരു ചാപ്റ്ററും ജോഗ്രഫിയിൽ ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ മക്കളെല്ലാവരും പഠിച്ചോളാം. നല്ല ഇനി ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയുള്ള ടൈം അധികം പാഴാക്കാതെ പഠിച്ചോളാം. ബിക്കോസ് ഇതാണ് നിങ്ങളെ നല്ല രീതിയിലുള്ള സ്കോർ ചെയ്യാനും ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാനും ഒക്കെ സഹായിക്കാം. ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേ സെഷൻ. അപ്പൊ ഇനി ഒരു അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ till then thank you and have a nice day. Bye bye.